പ്രിയമുള്ള പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളെ, മതേതര വിശ്വാസികളെ, വോട്ടർമാരെ, വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിധി നിർണയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ തേടിയെത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു മതേതരത്വ നിലപാടുള്ള ഒരു ജനറൽ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് പത്തനാപുരത്ത് ജനിച്ചു വളർന്ന പത്തനാപുരത്തുകാരനായ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്തുകൊണ്ടും നമ്മുടെ നാടിന് ഏറെ ഉപകാരപ്രദമായിരിക്കും. എന്തു തന്നെയായിരുന്നാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്നുള്ള അഭിപ്രായവും ആഗ്രഹവുമുള്ള സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. എനിക്കിവിടെ ഉയർത്തിപ്പിടിക്കുവാനുള്ളത് ഒരു ജനറൽ മണ്ഡലമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു മതേതരത്വ നിലപാട് കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം കാലാകാലങ്ങളായി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായിരുന്നാലും നമുക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ നമ്മുടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ള അഭിപ്രായവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് നിരവധി ആളുകൾ ബന്ധപ്പെടുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ എനിക്കറിയുവാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ സാധാരണക്കാരായ നല്ലവരായ വോട്ടർമാരുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം, ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒരു പത്തനാപുരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി നിഷ്പക്ഷമായ സേവനം ചെയ്യുക, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ചേർത്ത് പിടിക്കുക എന്നുള്ള മഹത്തായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് കർമ്മനിരതമാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സൃഷ്ടകാല ജീവിതം പരോപകാരപ്രദമായി മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തും മറ്റുള്ളവരെ സ്നേഹിച്ചും സേവിച്ചും ചേർത്ത് പിടിച്ചും മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പോരാട്ടത്തിനിറങ്ങിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. എന്തുതന്നെയായിരുന്നാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പത്തനാപുരത്ത് വലിയൊരു മാറ്റത്തിൻ്റെ, വലിയൊരു മുന്നേറ്റത്തിൻ്റെ, കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില വ്യവസ്ഥിതികൾക്കെതിരെയുള്ള അതിനൊരു മറുപടിയായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, അതിനകത്ത് രാഷ്ട്രീയം തിരിച്ചോ മതം തിരിച്ചോ ഒന്നും തന്നെ ഒരു വിവേചനവും ഇല്ലാത്ത നിലയിൽ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന പത്തനാപുരത്തിൻ്റെ ഓരോരോ വിഷയങ്ങളും, പത്തനാപുരത്ത് ഇനിയും 100 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ളതായിരുന്നു. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരത്തിൻ്റെ വികസന മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുന്നതിന് പത്തനാപുരത്ത് നിന്നൊരാളുണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഇതുതന്നെയായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം. അങ്ങനെ ഒരു മത്സരത്തിൽ ഞാൻ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഡ്വാൻസായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ അനുവദിച്ചാൽ, നിങ്ങൾ അംഗീകരിച്ചാൽ, നിങ്ങൾ അനുവാദം തന്നാൽ തീർച്ചയായിട്ടും പത്തനാപുരത്ത് ഒരു പോരാളിയായി